ഷാഫി പറമ്പിലിനെതിരായ പോലീസ് മർദ്ദനത്തിൽ വ്യാപക പ്രതിഷേധം. കോഴിക്കോട് IG ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. DCC ഓഫീസിന് മുന്നിൽ വാഹനങ്ങൾ തടഞ്ഞു. തൃശൂരിലും എറണാകുളത്തും യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി. MK രാഘവൻ MPയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് IG ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ സംഗമത്തിനിടെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. കോഴിക്കോട് DCC ഓഫീസിലേക്ക് പ്രതിഷേധ നടത്തവും വാഹനം തടയലുമുണ്ടായി. പോലീസിന്റെ നരനായാട്ടിന് തുല്യമാണ് ഷാഫി പറമ്പിലിനെതിരായ കേസെന്ന DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. ഷാഫി പറമ്പിൽ MPക്കും എതിരെയും കോൺഗ്രസ് ലീഗ് UDF പ്രവർത്തകരെ നടന്ന ക്രൂരമായ പോലീസ് അക്രമത്തിന്റെ പ്രതിഷേധവുമായി ജില്ലയിൽ UDF ഇനിയും മുന്നോട്ട് പോകും. തൃശൂരിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ രാമനിലയം പരിസരത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ശബരിമല വിഷയത്തിൽ പ്രതിഷേധിക്കാനെത്തിയ 5 യുവമോർച്ച പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. എറണാകുളം തോപ്പുംപടിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ദേഹത്ത് കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. മട്ടാഞ്ചേരി കമലക്കടവിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമുണ്ടായി. കമലക്കടവിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനെത്തിയ 10 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. കനത്ത പോലീസ് സുരക്ഷയിലാണ് വാട്ടർ മെട്രോ ഫ്ലോട്ടിംഗ് ജെട്ടി ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി എത്തിയത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.